ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ മാലിയിലാണ്. ഇപ്പോൾ സമയം 6 മണിയായി. അപ്പം രാവിലെ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രാവിലെ റെഡിയായിട്ട് സ്കൂളിൽ പോകണം. Looking up at the skyline, all the places and times that you were there. Why go a little further, give a little love. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന്. ഇത് നാട്ടിൽ നിന്ന് മേടിച്ച കുറച്ച് ഷർട്ടുകളാണ് ഫ്രണ്ട്സ്. ഈ പാക്കറ്റിൽ കാണുന്ന ഈ വെളുത്തത് കളറിലുള്ളത് അവലൂസ് പൊടി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾ എല്ലാവരും ഒഴിച്ചുകൂടാതെ കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. അതായത് ചമ്മന്തിപ്പൊടി. നാട്ടിലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി തന്നതാണ്, അമ്മ ഉണ്ടാക്കി തന്ന ചമ്മന്തിപ്പൊടിയാണിത്. പിന്നെ ഈ പാത്രത്തിലുള്ളത് അച്ചാറാണ് കേട്ടോ. അത് നമ്മുടെ അടമാങ്ങ അച്ചാർ. അതും അമ്മ ഉണ്ടാക്കി തന്നതാണ്, അടമാങ്ങ അച്ചാറാണ്. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ഡപ്പയിലുള്ളതും ഇതും അടമാങ്ങ അച്ചാറാണ്. ഇത് വേറൊരു ടൈപ്പ് അടമാങ്ങ അച്ചാറാണ്. പിന്നെ ഇതൊരു പാക്കറ്റ് തേയിലപ്പൊടിയാണ്, ചായപ്പൊടി. നമുക്ക് ചായ എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് അതുകൊണ്ട് മേടിച്ചതാണ്. പിന്നെ തുണി അലക്കാനുള്ള ഒരു സോപ്പ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ പാത്രം കഴുകുന്ന ഒരു സോപ്പും കൂടെ ഞാൻ മേടിച്ചു. പിന്നെ ഇത് ഷേവിങ് സെറ്റാണ്. പിന്നെ ഒരു പാത്രം ഞാൻ ഇതുപോലെ ചായ ഇടാനോ വല്ലതും വേണമെങ്കിൽ ഒരു പാത്രം കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു കുക്കറാണ്. കാരണം ഇവിടെ കുക്കർ കിട്ടും, പക്ഷേ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് നാട്ടിൽ നിന്നൊരു കുക്കർ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് പഞ്ചസാര, 1 കിലോ പഞ്ചസാരയാണിത്. അതുപോലെ കായപ്പൊടിയാണിത്. പിന്നെ കുറച്ച് ഹാങ്കർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഹാങ്കറും ക്ലിപ്പും. ഇത് പിന്നെ സ്ക്രബ്ബറാണ്. അതുപോലെ ചായ അരിക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പ, ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ ഇത് ഉപ്പാണ്. കുറച്ച് സ്പൂണും അതുപോലെ ഒരു തവിയും കൂടെ ഞാൻ എടുത്തു. പിന്നെ ഇത് പാൽപ്പൊടിയാണ്. കാരണം ഇവിടെ പാല് കിട്ടത്തില്ല ഇവിടെ. അപ്പോൾ നമുക്ക് ചായ വല്ലതും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ പാൽപ്പൊടിയാണ് നമ്മൾ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു പാക്കറ്റ് പാൽപ്പൊടിയും കൂടെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്നു. പിന്നെ ഒരു ബ്രഷും അതുപോലെ പേസ്റ്റും. ഇത് കുറച്ച് സോക്സ്, അതുപോലെ ഇതൊരു ടൈ ആണ്, ചിലപ്പോൾ ആവശ്യം വരും. അതുകൊണ്ട് ഞാനൊരു ടൈയും കൂടെ മേടിച്ചു. ഇതൊരു ഫ്ലാസ്ക്കാണ്. അത് ഒരു 350 ലിറ്ററിൻ്റെ ഫ്ലാസ്ക്കാണ്. നമുക്ക് ചൂട് ചായയോ ചൂട് വെള്ളമൊക്കെ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഡ്രസ്സാണിത്, അതായത് റൂമിലിടാനുള്ള ടീഷർട്ട് അതുപോലുള്ളത്. ഇത് ഒരു ബിസ്ക്കറ്റാണ്, ആരോ റൂട്ടിൻ്റെ ഒരു ബിസ്ക്കറ്റ്. ഇത് കത്രിക, അതുപോലെ പിച്ചാത്തി, അതുപോലുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ ചൂടാകുമ്പോൾ, പാത്രം ചൂടാണെങ്കിൽ പിടിക്കാനുള്ള ആ ഒരു ക്ലിപ്പാണിത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട്സ് ഈ ഒരു ലഗേജ് ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിതിൻ്റെ കൂടെ വേറൊരു ബാഗും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. ആ ബാഗിൽ ഞാൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഒരു ബാഗും കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും, സർട്ടിഫിക്കറ്റും അതിൻ്റെ കോപ്പിയും അതുപോലുള്ള കാര്യങ്ങൾ, എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ ഈ ഒരു ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ബാഗും കൂടെയാണ് എടുത്തത്. ഞാൻ ഈ ഒരു ബാഗാണ് മറ്റേ ലഗേജിൻ്റെ കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ ഒരു ഡപ്പയാണ്, അതായത് പ്ലാസ്റ്റിക് ഡപ്പ. നമുക്ക് ഇതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡപ്പയാണ്. പിന്നെ ഇത് കുറച്ച് മിക്സ്ചർ പോലുള്ളൊരു ഐറ്റമാണ്. പിന്നെ ഒരു പാക്കറ്റ് പിസ്ത ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഈ കവറിലുള്ളത് ഇതിനകത്ത് ചിപ്സുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് മുറുക്കുമുണ്ട്. അതായത് എൻ്റെ അനിയത്തി അത് നാട്ടിൽ നിന്ന് മേടിച്ച് തന്നതാണ്. ഞാൻ പോകാൻ നേരത്തെ മേടിച്ച് തന്നു വിട്ടാണ്. ചിപ്സും മുറുക്കുമാണ് ഈ ഒരു കവറിലുള്ളത്. പിന്നെ ഇതൊരു ടിഫിൻ ബോക്സ്, അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറോ വല്ലതും ഓഫീസിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തതാണ് ഈ ഒരു ടിഫിൻ ബോക്സ്. ചോറ് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തതാണ്. അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത്.
അപ്പം ഈ ഒരു ഇതിനകത്ത് ഞാനൊരു മൊബൈൽ ഹോൾഡർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു യൂണിവേഴ്സൽ പ്ലഗ്ഗാണ്. അതായത് നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു സോക്കറ്റ് ആയിരിക്കത്തില്ല. അപ്പം വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു സോക്കറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ 2 പ്ലഗ്ഗും കൂടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഞാനൊരു അയൺ ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ റൂമിൽ അയൺ ബോക്സ് കണ്ടില്ലെങ്കിലോ, അതുകൊണ്ട് ഞാനൊരു അയൺ ബോക്സും കൂടെ എന്തായാലും നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരാമെന്ന് വെച്ചു. പിന്നെ ഞാനൊരു ബോക്സ് കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന മരുന്നുകൾ, തലവേദന, പനി, ചുമ അതുപോലുള്ള മരുന്നുകളും വിക്സും ഒക്കെ അതും ഞാൻ എടുത്തായിരുന്നു. നാട്ടിൽ നിന്ന് ഞാനൊരു ബോക്സിൽ അത് ഞാൻ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ ചീപ്പ്, അതുപോലെ കുളിക്കുന്ന സോപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ എണ്ണ, പാരച്യൂട്ടിൻ്റെ ഒരു എണ്ണ ഞാൻ മേടിച്ചെന്തായാലും. പിന്നെ ഒരു പൗഡറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേസ് നമുക്ക് അത്യാവശ്യം വേണ്ട കത്രിക, അതുപോലെ നൂലും സൂചിയും, അതുപോലെ നമ്മുടെ നെയിൽ കട്ടർ, അതുപോലെ ഒരു കത്തിയും, എന്തെങ്കിലും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കത്തിയും, ഇത്രയും കാര്യങ്ങളും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാൽദീവ്സിലേക്ക് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നത്. ഗൈസ്, ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് വേണം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത തവണ കാണാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.